എടാ ഗോപ, എനിക്കിതത്ര ശരിയായിട്ട് തോന്നുന്നില്ല. കുമാർ കാര്യം നമ്മുടെ ഫ്രണ്ടാണ്, ബ്രിഗേഡ് സാബിന്റെയും ഫ്രണ്ടാണ്. പക്ഷെ അയാൾ എന്തോ ഒരു കള്ളമുണ്ട്. നായർ സാബ് അങ്ങനെ ഇതറിഞ്ഞ. ഓ, നായർ സാബ് അങ്ങനെ അറിയാനാ? കുമാർ വരും. എന്താ ഒരു പ്രശ്നം? ഏയ്, ഒന്നുമില്ല. നായർ സാബ് എങ്ങാനും അറിഞ്ഞാലോന്ന് ഇവനൊരു പേടി. ഇങ്ങനെ പേടിച്ചാലോ? അയാളോട് പോകാൻ പറ. ലെറ്റ് us enjoy. നായർ സാബ് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലടാ ട്രെയിനിങ്ങിന് വരുന്ന പിള്ളേരെ നശിപ്പിക്കരുതെന്ന്. താൻ പോടോ. അയ്യോ, അയ്യോ, അയ്യോ. ഇവിടെ പെയിനുണ്ടോ? ഇല്ല. ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ടോ? ഇല്ല. അയ്യോ, അയ്യോ. ഓവർ ആക്ഷൻ വേണ്ട. ഇല്ല. साहब, ब्रिगेडियर साहब बुला रहे हैं. എന്തിനാടാ? ഏറ്റില്ല. Okay then. See you in the evening. Okay. Excuse me, Major. എനിക്ക് ആ കുട്ടികളെ ഒന്ന് കാണാമോ? ഞാൻ കാരണമാണല്ലോ. വേണ്ട, സിവിലിയൻസിന് ഇതിൽ കാര്യമില്ല. താൻ ആരാടോ? ഇന്ത്യൻ പ്രസിഡന്റ് കൊച്ചുമോനോ? ട്രെയിനിന്റെ കാര്യം അന്വേഷിക്കാൻ. मिस्टर नायर, യെസ് സർ. take your seat. താങ്ക് യു. നിങ്ങൾക്ക് കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നു. അയാൾ എന്റെ ഫ്രണ്ടാ. ഒരു സീനിയർ ഓഫീസർ സുഹൃത്തിനോട് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. യു ആർ ഇൻസൾട്ടിങ് മീ. ഞാൻ അത് ഉദ്ദേശിച്ചല്ല സർ. ഐ എം സോറി സർ. സാറിന്റെ സുഹൃത്തെന്ന് പറഞ്ഞല്ലോ, അവൻ ആരുടെയും സുഹൃത്തല്ല. പൊതുശത്രുവാണ് അവൻ. എന്റെ, ആ കുട്ടികളുടെ, സാറിന്റെ, ഈ രാജ്യത്തിന്റെ. മുക്കാൽ ചക്രം ശമ്പളം വാങ്ങുന്ന പട്ടാളക്കാരന്റെ ചീപ്പ് കോംപ്ലക്സ്. കാശും മണമുള്ള സിവിലിയൻസ് ഉണ്ട്. നമുക്കെന്തിനാണ് അസൂയ? അയാൾ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കി വലിയവനായി. അതിന് തനിക്കെന്താ? എന്റെ ഒരു സുഹൃത്ത് ട്രെയിനീസിന് ട്രീറ്റ് കൊടുത്തു. താൻ ഈ കാടിളക്കാൻ മാത്രം മഹാസംഭവമൊന്നുമല്ല. കുട്ടികളെ തല്ലിച്ചതയ്ക്കാൻ തനിക്കെന്ത് അവകാശം? ഇൻസ്ട്രക്ടറുടെ ജോലി ചെയ്താൽ മതി. ശിക്ഷണ നടപടി വേണ്ട. കുറ്റം കണ്ടാൽ കമാൻഡിംഗ് ഓഫീസർ എന്ന് പറയുന്ന ഒരുത്തരും ഇവിടെ ഉണ്ട്. ഇവിടെ റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കോർട്ട് മാർഷൽ ഉണ്ട്. തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് 100 തവണ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എഴുതുകയാണ്. എനിക്ക് മുമ്പ് ഇടുന്ന ബ്രിഗേഡിയർ എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്ഥിരം ഹെഡേക്ക് ആയിരിക്കുമെന്ന്. താൻ ഇനിയും പണിഷ്മെന്റ് ട്രാൻസ്ഫർ വായിക്കും. തൽക്കാലം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല. നൗ യു കെൻ ഗോ. സർ, 8 വർഷം മുമ്പ് ഞാനിവിടെ ചാർജ് എടുക്കുമ്പോൾ കുമാർ ഈ തെരുവിലെ ഒരു കമ്പിളി വിൽപ്പനക്കാരനായിരുന്നു. 5 വർഷത്തിന് ശേഷം ട്രാൻസ്ഫർ കിട്ടി ഞാൻ പോകുമ്പോൾ അവനൊരു മാടക്കട ഉണ്ടായിരുന്നു. മുൻനിരയിൽ പഴങ്ങൾ, പിന്നിൽ മയക്കുമരുന്നുകളും. ഭൂമിയിൽ സ്വർഗം കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി. ഇത്തവണ ഞാനിവിടെ എത്തിയപ്പോൾ അവന്റെ വളർച്ച കണ്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നി. വിദേശ കാറുകൾ, ആയുധ വ്യാപാരം, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫാക്ടറി.
ഒരു ബ്രിഗേഡിയർ പോലും ബഹുമാനിക്കുന്ന സമൂഹമാന്യത. സർ, അവന്റെ ആയുധ വ്യാപാരത്തിൽ കള്ളക്കളിയുണ്ട്. ഗുജറാത്ത് ഡാൻസിന്റെ പേരിൽ അവൻ നടത്തുന്നത് ശാലയാണ്. ടൂറിസ്റ്റുകൾക്ക് എയർഗണ്ണും മീൻപിടുത്തക്കാർക്ക് തോട്ടയും വിറ്റ് ആർക്കും ഇവിടെ കോടീശ്വരനാകാൻ പറ്റില്ല സർ. എവിടെ നിന്നോ വന്നു ചേരുന്ന വിദേശ നിർമ്മിത ആയുധങ്ങൾ, മയക്കുമരുന്നുകൾ, അതിർത്തി കടന്നും കടക്കാതെയുമുള്ള ഇതിന്റെയൊക്കെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് കുമാറാണ്. ഈ കള്ളക്കടത്തിന് എന്റെ കുട്ടികളെ കരുവാക്കാൻ ശ്രമിക്കുകയാണ് അയാൾ. അത് ഞാൻ സമ്മതിക്കില്ല. സാറ് പറഞ്ഞതുപോലെ 3/4 ചക്രം ശമ്പളം വാങ്ങുന്ന പട്ടാളക്കാരൻ നക്കാപ്പിച്ച് കിട്ടിയാൽ ചിലപ്പോൾ വീഴും. അത് അവനും അറിയാം. തല്ല് മുഴുവൻ കിട്ടിയത് ആ പാവം ആന്റണിക്കാ. ആർക്കാ? നിന്റെ കൊമ്പനോ? ഇടി, ആന്റണി ഇന്നലെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ചേട്ടൻ പറഞ്ഞതാ. കുടിച്ചത് മുഴുവൻ ആരാണെന്നറിയോ? നിന്റെ കോവാലൻ. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് ദാ വരുന്നല്ലോ കോവാലൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൂട്ടുകാരൻ എന്തേ ആന്റണി? അയ്യോ, അവനെ അങ്ങനെ വിളിക്കരുത്. ഈ കുട്ടിയാണെങ്കിൽ അവന് വലിയ ഇഷ്ടമായിരിക്കുക. അടുപ്പമുള്ളവര് ഇക്രു എന്ന് വിളിക്കുന്ന അവനിഷ്ടം. അതെ, ഇക്രു. ദേ വരുന്നുണ്ട്, ഞാൻ ചെല്ലട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. അല്ല, ഞാൻ വിളിക്കട്ടെ? വേണ്ടടി. ഇക്രു സാർ, ഇക്രു സാർ. ഇക്രു സാർ എന്താ പിന്നിലായി പോയേ? കോവാലൻ എന്തിനെ വന്നിരുന്നു? ഞാൻ ചെല്ലട്ടെ, ഇന്ന് ചില പ്രശ്നങ്ങളുണ്ട്. നിന്നടാ, നിക്കല പറഞ്ഞു. ആരാടാ ഇക്രു? ആ, എനിക്കറിയില്ല. എന്നാൽ എനിക്കറിയാം. മതിലകത്ത് മാധവൻ നായർ, നിന്റെ തന്ത, ലൈഫ് വെച്ചാണ് അവിടെ കളിക്കുന്നത്. അവൾ തമാശക്കാണ് ഇക്രു സാർ എന്ന് വിളിച്ചതെങ്കിലും ആ ശബ്ദത്തിന്റെ മാധുര്യം എന്റെ ഹൃദയത്തിലാകെ നിറഞ്ഞു പോയടാ. ഇക്രു എന്ന് വിളിച്ചപ്പോൾ അവളുടെ ചുണ്ടിൽ ഇറ്റു നിന്നിരുന്ന എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? തേൻ. തേൻ. ചുമ്മാ ഒലിപ്പിക്കാനാ. അതേടാ, നിനക്കൊക്കെ അസൂയ. കവികളെയും കാമുകന്മാരെയും ലോകം കളിയാക്കിയിട്ടേ ഉള്ളൂ. കുളിരും നിലാവും കളി പറയുന്ന ഈ രാത്രിയിൽ ഒരു കാമുകനും ഉറങ്ങാൻ പാടില്ല. അയ്യോ, ഞാൻ നുഴഞ്ഞുകയറ്റക്കാരനല്ലേ, ആളത്തിറക്കി വന്നാണ്. അയ്യോ, ഐ സറണ്ടർ, ഐ സറണ്ടർ. നീ എവിടെ ആയിരുന്നു? പാകിസ്ഥാൻ. പാകിസ്ഥാൻ. പാകിസ്ഥാനിലോ? അളിനെന്തിനാ അവിടെ പോയത്? ഒരാളെ തിരക്കി പോയതാ. ഓ, നിന്റെ പാറൂനെ ആയിരിക്കും. എന്നിട്ട് അളിന് അവന്മാർ എന്ത് ചെയ്ത്? വെടിവെച്ച്. പാതിരാക്കി വെടിവെക്കാൻ അവൻ പാകിസ്ഥാനിൽ പോയിരിക്കുന്നു. പാടെ കിടന്ന് ഉറങ്ങാം. വാ, മെനക്കെടുക്കാൻ ഓരോ അവന്മാർ രാത്രി. ഒരു താക്കോലെടുത്ത് കൈ പിടിപ്പിക്കും. അളിയാ,
ഞാൻ എന്റെ പാർവിനെ കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്. പാടത്തെ? വേണ്ട. ശരി, കേട്ടോ. ദേവി പാർവതി എന്റെ ശ്രീകോവിലിൽ പൂജയ്ക്ക് പൂക്കളുമായി വന്നു. ചാരു മന്ദസ്മേര കാന്തിയും തൂകി എൻ ചാരത്തു നീ വന്നു നിന്നു. ഒരു ചാരിത്ര്യ ശൂന്യയായി നിന്നു. ദേവതയാണടാ അവൾ, ദേവത. കുന്തമാണ്, കുന്തം. Halt! Both of you get up. Anthony and Govan. Come here. Others can relax. Give me that paper. പേപ്പർ? വാട്ട് പേപ്പർ, സർ? Come on. ആരാടോ ഈ പാർവതി? ഇതെന്താ കവിയരങ്ങാണോ? ഒരു കാര്യം ചെയ്യ്, ഡെവലപ്പ് റൗണ്ട് ദ സ്കോർ. Lift your rifle up. അവന്റെ ഒരു ഒടുക്കത്തെ കവിത നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിനക്കൊക്കെ ഇതിലും വലിയ ഭാര വരും. ചിരിക്കല്ലേ? ഈ കഴിവ് കാരണം എനിക്കും പണിഷ്മെന്റ് കിട്ടി. അകലെ അകലെ നീലാകാശം. ഇക്രൂന് പാട്ടും വരുമോ? പിന്നെ ദയവ് ഇത് പാടരുത്. എന്തിനായി ഹാപ്പിനെസ് കളയുന്നത്? മൂഡ് പോവും. അതായത് ഹൃദയത്തിൽ സംഗീതം നിറഞ്ഞു തുളുമ്പുകയാണ്. ഇടയ്ക്കെങ്കിലും അതിനൊരു ബേസ്റ്റ് ഔട്ട് വേണ്ടേ? ഈ പ്രഷർ കുക്കറിൽ ആവി വന്ന് നിറയുമ്പോൾ പുറത്തേക്ക് പോകുന്ന കണ്ടിട്ടില്ലേ? ഷൂന്ന് രണ്ട് വരിയ പാടും. ഓക്കെ? അകലേ നീ അകലേ അതെ, ക്ലൈമറ്റ് ശരിയല്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ട്രൈ ചെയ്യാം അല്ലേ? അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം അകലെ അകലെ. എന്റെ പൊന്നളിയാ, പാടി കൊളവാക്കാതെ. നീ എന്നെ അവമാനിക്കാണല്ലേ? ശരി, ടിറ്റ് ഫോർ ടാറ്റ്. ഞാനിപ്പോ പറയും. എന്തോന്ന് പറയും? നിന്റെ സോഫ്റ്റ് കോർണറിന്റെ കാര്യം ഞാനിപ്പോ പറയും. പറഞ്ഞോ. പറയും. പറയടാ. ആഹാ, പറയട്ടാ. പറയടാ. ഈ കോവാലുണ്ടല്ലോ, ഗോപൻ. ഈ കോവാലിന് കോവാലൻ? ഈ കോവാലിന്, അതായത് നമ്മളെ കോവാലിന് പറയൂ നീ. ഗോപാലിന് പ്രഭയോട് പ്രേമം. പ്രേമം പ്രേമം. എന്റെ മുറപ്പെണ്ണായിരുന്നു സാവിത്രി, അമ്മാവന്റെ മകൾ. ആ മലയ്ക്കപ്പുറത്തായിരുന്നു ഞങ്ങളുടെ ക്വാർട്ടേഴ്സ്. അവിടെയായിരുന്നു ഹണിമൂൺ. ലേക്കിന്റെ ആ ഭാഗത്ത് വീണായിരുന്നു അവൾ മരിച്ചത്. കൂടെ ജാനും ഉണ്ടായിരുന്നു, നാഷണൽ അവാർഡ് നേടിയ സ്വിമ്മർ. പക്ഷേ എനിക്കവിടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പണിഷ്മെന്റിന്റെ പേര് പറഞ്ഞ് അവരെന്നെ ഇവിടെ നിന്ന് ഓടിച്ചില്ലേ? പക്ഷേ എനിക്ക് ഇവിടെ വിട്ട് പോകാനാവില്ല. ഈ കാശ്മീർ വിട്ട് പോകാനാവില്ല.
എത്ര ബുദ്ധിമുട്ടിയാണെന്നോ ഞാനിവിടെ തിരിച്ചു വന്നത്. അടുത്ത പണിഷ്മെന്റ് ഉടനെ ഉണ്ടാവും. പക്ഷെ ഞാൻ പോവില്ല, ജോലി രാജിവെക്കും. ആ, രാധ എവിടെ പോയിട്ട് വരുന്നു? പുറത്തിറങ്ങാൻ ഒരു കാരണം വേണ്ടേ? കുറച്ച് പച്ചക്കറി, ഫ്രൂട്ട്സ്. എന്തേ കുറച്ച് ദിവസമായി അങ്ങോട്ട് കണ്ടില്ല? വേണ്ട, അതിന് വേണ്ട. ഈ കസ്റ്റമർ നിനക്കൊരു നഷ്ടക്കച്ചവടമാണ്. അല്ല, എനിക്ക് ഇതുവരെ ഒരു കസ്റ്റമറേ ഉള്ളൂ. പാക്കറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് അറിയാം. ചെക്ക് പോസ്റ്റ് കടത്തി വിടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ബോർഡർ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങളുടെ റിസ്കാ. ശരി കുമാർ, ബോർഡറിൽ ഞാൻ പാർട്ടിയുമായി വെയിറ്റ് ചെയ്യാം. നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ. ഇതാ എന്താ ഈ സാധനം? പേര് പലതുണ്ട്. നമ്മൾ ഇതെങ്ങനെ ചെക്ക് പോസ്റ്റ് കടത്തി വിടും? അതിനൊക്കെ വഴിയുണ്ടോ. നായർ സാഹിബിന്റെ അരുമ ശിഷ്യന്മാർ റേനീസ് പിള്ളർ അവര് ചെയ്യും. ചെയ്യിക്കാം. താൻ വാ. സാർ, വരണം വരണം. എന്താ ഇത്ര ലേറ്റ് ആയത്? ബാക്കിയുള്ളവരൊക്കെ എവിടെ? അവരൊക്കെ നായർ സാബിനെ പേടിച്ച് വന്നില്ല. എന്റെ കുമാർ സാറേ, ഈ വീട് കണ്ടുപിടിക്കാൻ വേണ്ടി കാശ്മീരിൽ ഞങ്ങൾ ചുറ്റാത്ത വഴിയില്ല. ഇപ്പോ ഇങ്ങോട്ട് വരാനുള്ള വഴി മനസ്സിലായല്ലോ. ആ, ഇപ്പൊ വഴി മനസ്സിലായി. പിന്നെ ഇത് കാശ്മീരാണ്, തണുപ്പാണ്. ബോർഡടിക്കുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാം. ഈ പൂരവും കാണാം, 2 സ്മോളും അടിക്കാം. ഇവിടെ ഇതൊക്കെ ഉള്ള ഒരു ആശ്വാസം. ആ, ലിക്കർ ഞങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് ഉണ്ട്. റമ്മല്ലേ ഞങ്ങളും വാങ്ങാറുണ്ട്, കുതിരയ്ക്ക് കൊടുക്കാൻ. മനുഷ്യന് കഴിക്കാൻ കൊള്ളാവുന്ന ഒരൊറ്റ ഇന്ത്യൻ ഡ്രിങ്കും ഇല്ല. കഴിക്കണമെങ്കിൽ ഇവനെ തന്നെ കഴിക്കണം. ഫോറിൻ അല്ലേ രാവയ്യ? അതെ അതെ. ആ, ഒഴിക്കേ. ഇതാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ട റൂട്ട്. 80 കിലോമീറ്ററിനപ്പുറം ഞാനുണ്ടാവും. 1.5 മണിക്കൂറാണ് നിങ്ങളുടെ റണ്ണിംഗ് ടൈം. പരമാവധി സ്പീഡ് എടുക്കാം, എന്നാൽ റിസ്ക് എടുക്കുകയും അരുത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? എനി ഡൗട്ട്? ക്ലിയർ? ദെൻ ബെസ്റ്റ് ഓഫ് ലക്ക്. മദൻ സാബ്, ഇത് വെച്ചോളൂ. എന്ത് പ്രോബ്ലം ഉണ്ടായാലും എന്നെ വിവരം അറിയിക്കും. ഐ വിൽ ബി ഇൻ ദ അദർ എൻഡ്. ഓക്കെ സർ. ഗോപകുമാർ, യെസ് സർ. യു കം ഹിയർ. രാവിലെ സുഖമില്ലെന്ന് പറഞ്ഞതല്ലേ? യെസ് സർ. യു കം വിത്ത് മീ ഇൻ ദ ജീപ്പ്. റെഡി? അബ്ദുൽ സലാം, ഗണേഷ്, ആന്റണി, ഋഷി,